ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമി അജയൻ്റെ സ്റ്റേഷനിലേക്ക് വന്ന് അജയൻ്റെ മുന്നിലിരുന്ന് ഇതുവരെ നടന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് വിവരിച്ചു കൊടുക്കുകയാണ്. അന്നേരം അജയ് വീണ്ടും വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് പോയത്, എങ്ങനെയാണ് പോയതെന്നെല്ലാം. ഇതെല്ലാം മനസ്സിലുള്ളിൽ ദേഷ്യം വന്നിട്ടാണ് ആദ്യമൊക്കെ കാര്യമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി അവസാനം പറയുന്നുണ്ട്, ഞാൻ ഏകദേശം ഒരു സ്ത്രീയാണ് ഇതിൻ്റെ പിന്നിലെന്ന് വരെ ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു എന്ന് പറയാം കേട്ടോ. സാറ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടെ ഞങ്ങളെ സഹായിക്കണം, സപ്പോർട്ട് തരണം എന്നും കൂടെ പറയുമ്പോൾ അജയനെ അങ്ങോട്ട് ദേഷ്യം പിടിച്ചു കേട്ടോ. അജയ് അവിടുന്ന് ചാടി എണീറ്റിട്ട് എണിക്കടിയെന്ന് പറയാണ് ഭൂമിയാണെങ്കിൽ ഞെട്ടിത്തരിച്ചു പോയി. ഇത്രയും നേരം മര്യാദയ്ക്ക് കേട്ടുകൊണ്ടിരുന്ന പോലീസ് ദേ ചാടിക്കടിച്ച് തിന്നാൻ വരുന്നു. ഇയാൾ എന്താ ഇങ്ങനെ അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ തന്നെ അജയ് ദേഷ്യപ്പെട്ട് പറയാം, നീ ആരാടി, നീ വലിയ അന്വേഷണ ഉദ്യോഗസ്ഥയോ? എന്തായാലും നിൻ്റെ അന്വേഷണങ്ങൾ തീരുമാനങ്ങളൊക്കെ നിൻ്റെ കയ്യിൽ തന്നെ ഇരുന്നാൽ മതി. പിന്നെ ഞങ്ങളൊക്കെ എന്തിനാ ഇവിടെ പോലീസെന്നും പട്ടാളമൊന്നും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? അവൾ വലിയ കണ്ടുപിടുത്തക്കാരി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇങ്ങനെ കൂടുതൽ അങ്ങ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, തന്നെ അങ്ങ് ചെയ്താൽ മാത്രം മതി. പിന്നൊരു കാര്യം, കോഫി ഷോപ്പിൽ ചായ അടിക്കും പോലെ ഉണ്ടമ്പരി ഉണ്ടാക്കും പോലെയും ഒന്നും അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ല കേസ് അന്വേഷണവും മറ്റുള്ള കാര്യങ്ങളും, മനസ്സിലായോ? അതിനെ കുറച്ചും കൂടി തലച്ചോറ് വേണം, ബുദ്ധി വേണം എന്നൊക്കെ പറഞ്ഞ് ഭൂമിയെ കുറേ ആക്ഷേപിക്കാൻ കേട്ടോ. ഭൂമിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അല്ലെങ്കിൽ തന്നെ നീ ആരാടി, നീ ആരാ പറ, DGPയോ അതോ അതിന് മുകളിലുള്ള ആളാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഭൂമി പറയുന്നുണ്ട്, ഞാൻ ആരാന്ന് സാറിന് അറിയണോ? എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട ഒരു മകളാണ് ഞാൻ, അറിയോ? എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിന് കുറ്റം ചെയ്തത് എൻ്റെ അമ്മ എന്നും പറഞ്ഞ് ജയിലിൽ കിടപ്പുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ മകളാണ് ഞാൻ. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു, അമ്മയും നഷ്ടപ്പെട്ട പോലെയാണ്. അമ്മയെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. സാറിന് എന്തൊക്കെ തന്നെ പറഞ്ഞാലും. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ കേസ് സാറിനെ അന്വേഷിക്കാൻ കുറച്ച് മടിയുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി സാറിൻ്റെ തന്നെ ആൾക്കാർ വല്ലതും ആണോ ഇതിൻ്റെ പിന്നിലെന്ന് നല്ല സംശയമുണ്ട്. എന്തെങ്കിലും അജണ്ട ഉണ്ടോ സാറിന് ഈ കേസുമായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അജയല്ല ആൾ. അജയനെ ദേഷ്യം സഹിക്കാനാവാതെ ഇങ്ങോട്ട് വാടി, മേലിൽ ഈ സ്റ്റേഷനിലകത്ത് നീ കയറിപ്പോകരുതെന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ച് സ്റ്റേഷൻ്റെ പുറത്തേക്ക് കൊണ്ടൊരൊറ്റ ഏറ് കൊടുക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മുടെ ആൽഫ്രഡ് അങ്ങോട്ട് വരുന്നുണ്ട്, അജയൻ്റെ ഫ്രണ്ട് വക്കീലും. അയാളുടെ പുറത്തൂടെയാണ് നമ്മുടെ ഭൂമിയിൽ ചെന്ന് വീഴുന്നത്. അയാൾ ഭൂമിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന്. ഇതിനിടയ്ക്ക് അജയ് ദേഷ്യം പിടിച്ച് പറയാണ്, മേലാൽ ഇതിനകത്ത് നീ കയറിപ്പോകരുത്, നിൻ്റെ കണ്ണു പൊട്ടത് കണ്ടുപോകരുത്, നിൻ്റെ തൊട്ട് അപ്പുറത്തിരുന്ന കോഫി ഷോപ്പില്ലേ അതുവരെ ഞാൻ പൊളിച്ച് ദൂരെ കളയും, പറഞ്ഞാൽ കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ച് അയാളകത്ത് കയറി പോവാണ്. അപ്പോൾ ആൽഫ്രഡ് ഭൂമിയോട് ചോദിക്കുക, എന്താ ഭൂമിയെ പ്രശ്നം, എന്താ കാര്യം? എനിക്കറിയില്ല സാർ, ഞാൻ എൻ്റെ അമ്മയുടെ കേസിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. പെട്ടെന്ന് എന്തുകൊണ്ടാണ് എന്നോടിങ്ങനെ ദേഷ്യം കാണിക്കണമെന്നൊന്നും എനിക്കറിയാമല്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തിനെന്നോട് ദേഷ്യം കാണിക്കണം? എനിക്കൊരു സമാധാനം കിട്ടാനും പിന്നെ കേസിൻ്റെ അന്വേഷണം പുരോഗതിപ്പെടുന്ന ഇതൊക്കെ അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ ചെയ്യുന്നത്. അപ്പോഴാണ് എന്നോട് ഇങ്ങനെയൊക്കെയെന്ന് പറയാം. അപ്പോൾ ആൽഫ്രഡ് പറയാം, സാരമില്ല ഭൂമി, ക്ഷമിക്കുക. അജയ് അവൻ എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്തും അവൻ എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ മാറിയെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. അവൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. പണ്ടത്തെ അജയ് അല്ല ഇപ്പോഴും. അവൻ്റെ മാനസികാവസ്ഥയും അതിനുള്ള കാരണങ്ങളും എല്ലാം എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ആൽഫ്രഡ് പറയാം. ഭൂമി എന്തായാലും വിഷമിക്കണ്ട സാറേ, എൻ്റെ കേസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇനി എന്താ ചെയ്യാമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. വിഷമിക്കല്ലേ. ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനാണ് ഇങ്ങോട്ട് വന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് ഒരു പ്രശസ്തനായ ഒരു വക്കീൽ ഇവിടെ ഹൈക്കോടതിയിൽ ഒരു ആർഗ്യുമെൻറ്റ്സിന് വേണ്ടി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഭൂമിയോട് സംസാരിക്കാൻ വന്നത്. അപ്പോൾ വേറൊരാൾ മുഖേന ഭൂമിയുടെ കേസിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് സംസാരിക്കാൻ ഞാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ നമുക്കൊന്ന് കാണണം. ഇവിടെ അടുത്തൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ കാര്യത്തിന് അയാൾ സഹായിച്ചാലോ. ശരി, എന്നാൽ പിന്നെ നമുക്ക് പോവാം എന്നും പറഞ്ഞ് ഭൂമിക്കൊരു സമാധാനമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഭവാനീനെ കാണിക്കട്ടോ. ഭവാനിയും അഞ്ജനയൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഒളിച്ചോടി പോയിട്ട് ഏതോ ഒരു നാട്ടിൽ അവിടെ ഇങ്ങനെ തന്നെ തുണി അലക്കിയും കഞ്ഞിയൊക്കെ വെച്ചൊക്കെയാണ് കഴിക്കുന്നുണ്ടോ. കാരണം അവർക്ക് കയ്യിൽ കാശില്ല, ബുദ്ധിമുട്ടാണ്, പേടിച്ചോടി വന്നതാണല്ലോ. അഞ്ജനയ്ക്കാണെങ്കിൽ നല്ല കലിപ്പുണ്ട്. അഞ്ജന പറയണ, അമ്മ എന്തിനാ ഇപ്പോൾ ഓടിച്ചാടി ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഭവാനി ഒന്നും വിട്ടു പറയുന്നില്ല. ഭവാനി
അഞ്ജനെ കൊണ്ട് തുണി അലക്കുന്നു, പിന്നെ മുറ്റം തൂക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അന്ന് അഞ്ജനയ്ക്ക് ശീലം പോലും ഇല്ല. വലിയൊരു കുടുംബത്തിൽ നല്ല പണത്തിൽ ജീവിച്ചൊരു കുട്ടിയല്ലേ. രാത്രി കഞ്ഞിയൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും അഞ്ജനയ്ക്ക് കഴിച്ച് ശീലമില്ല. വയറൊക്കെ വല്ലാത്ത അസ്വസ്ഥത. അമ്മ സത്യം പറ, എന്തിനായിരുന്നു ഇപ്പം നമ്മൾ അമ്മ എന്നെയും കുട്ടി ഇങ്ങോട്ട് ഒളിച്ചോടി പോകുന്നത്? നമ്മളിങ്ങനെ ഒളിച്ച് മാറി താമസിച്ചാൽ അവിടെ അഞ്ജന അവിടെ നമ്മുടെ അജയ് ഭൂമിനെ വിവാഹം കഴിച്ച് ജീവിക്കത്തില്ലേ? അപ്പോൾ ഭവാനി പറയാം, അവനവളെ വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്യും, ഞങ്ങളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. അതെന്തിനാമേ നമ്മളെ കൊല്ലുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തൽക്കാലം ഒന്നും നീ അറിയണ്ടെന്ന് ഭവാനി മോളോട് പറയാട്ടോ. അങ്ങനെ അവർ ആകെ പേടിച്ച് പറിച്ചാണ് ഉൾവലിഞ്ഞ് ഒരു ഗ്രാമത്തിൽ പോയി താമസിക്കണം ഒറ്റപ്പെട്ട്. സൗഭാഗ്യപുരത്താണെങ്കിലും സൗഭാഗ്യവതിക്ക് ഭയങ്കര സങ്കടം. തൻ്റെ മരുമകളും കൊച്ചുമകളുമാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. അപ്പോൾ കാണാതായിട്ട് 2 ദിവസമായി, കാണാനും പറ്റിയിട്ടില്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിൻ്റെ ടെൻഷനിൽ അവർക്ക് വയ്യാത്ത കിടക്കുകയാണ് കേട്ടോ. മക്കളെല്ലാവരും ഉണ്ട്, സത്യനും ഉണ്ട്. സത്യനോട് എല്ലാവരും ചോദിക്കണം, അമ്മയ്ക്ക് എന്നാ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ സൗഭാഗ്യ മുത്തശ്ശി പറയാനുണ്ട്, എനിക്ക് വേറെ ഒരു അസുഖവും ഇല്ല, എൻ്റെ കൊച്ചുമോളും മരുമകളുമായി ഇവിടുന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്, എനിക്ക് അവരെ കാണാത്തതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ. എത്രയും വേഗം നിങ്ങൾ അവരെ കണ്ടുപിടിക്കണം. പിന്നെ അവൾക്കിവിടെ ഭയങ്കര മനോവിഷമമായിരുന്നു എനിക്ക് മനസ്സിലായി. അത്രയ്ക്കും വിഷമം എന്താ? അപ്പോൾ പെട്ടെന്ന് അപ്പോഴത്തേന് അജയ് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം അജയിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഒറ്റൊരുത്തൻ കാരണമാണ് അഞ്ജന ഇവിടുന്ന് പോകാൻ കാരണം. അഞ്ജനയും കൂട്ടി അവൾക്ക് ഇവിടെ ഒരു സ്ഥാനമില്ലെന്ന് തോന്നിക്കാണും, അതുകൊണ്ടാണ് അവളിങ്ങനെ പോയതെന്ന്. അപ്പോൾ അഞ്ജനയുടെ നമ്മുടെ അഭിരാമി ഉണ്ടല്ലോ, അഭിരാമി പറയാണ്, അതെ ഇതിപ്പോൾ അജയ് അടിച്ചു എന്നുള്ള കുറ്റം കൊണ്ടാണോ ഈ പോയത്? അജയ് അഞ്ജനയ്ക്കൊരു അടി കൊടുത്തു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അതത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് മോളെ വിളിച്ച് ആരോടും പറയാതെ എന്തോ ഒളിച്ചോടി പോകും പോലെയാണല്ലോ പോയിരിക്കുന്നത് എന്ന് ഇവരിങ്ങനെ സംശയിക്കാൻ കേട്ടോ. അപ്പം തന്നെ നമ്മുടെ അഭിരാമിയും പറഞ്ഞിട്ടുണ്ട്, അഭിരാമിയല്ല നമ്മൾ സത്യനൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ അജയ് വേറെ ആരും ഇല്ലല്ലോ, അങ്ങനൊരു സംഭവം നടന്നു, അഭിരാമിക്കും ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ടല്ലോ അല്ലേ? അപ്പോഴാണ് അഭിരാമി പറയുന്നത്, പിന്നെ എന്നെയും കൂടി തല്ലാൻ വരട്ടെ, അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ അവിടെ ഇരുന്ന് കളിയും പറയാനും കേട്ടോ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സത്യൻ വീണ്ടും സംശയിക്കുന്നുണ്ട്. അങ്ങനെ എടുപിടിയെന്ന് പറഞ്ഞ് ഇവർ അങ്ങനെ പോവേണ്ട കാര്യമൊന്നും അതിന് വേണ്ടിയിട്ടുള്ള ഇവിടെ ഒരു പ്രശ്നങ്ങളും നടന്നിട്ടില്ല. പിന്നെ ചെറിയ അഞ്ജനയെ അടിച്ചു എന്നുള്ളൊറ്റ പേരിൽ അങ്ങനെ ഇവിടുന്ന് പോവേണ്ട കാര്യവുമില്ല. അപ്പോൾ തന്നെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട്, എനിക്കിതൊന്നും അറിയണ്ട, നിങ്ങൾ എങ്ങനെ ചിന്തിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കൊച്ചുമോൾ ഇവിടെ വരണം, പിന്നെ അജയ് അവളെ വിവാഹം കഴിക്കുകയും വേണം, അതാണ് എൻ്റെ ആഗ്രഹം, അത് നടത്തി കിട്ടണം എന്നാണ് അവർ. അങ്ങനെ സത്യൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയിട്ട് നമ്മുടെ അഞ്ജനെക്കുറിച്ച് സംസാരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെളിയിലേക്ക് എത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ അജയനോട്. എന്നിട്ട് അജയനോട് തൻ്റെ പൂർവ്വകാലം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ പറയുകയാണ്. നിനക്കറിയാവുന്ന കാര്യമാണ് ഭവാനി, പണ്ട് സാഗർ മരിച്ചത് ഞാൻ കാരണമാണെന്നാണ് അവൾ പറയുന്നത്. അവരൊരു അപേക്ഷയ്ക്കായിട്ട് എൻ്റെ അടുത്ത് വന്നെങ്കിലും എനിക്കന്ന് നിസ്സഹായനായിരുന്നു. എന്നാലും അവരെ രക്ഷിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളുമായിട്ടാണ് ഞാൻ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അന്നത്തെ കാലത്ത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ചയാണ് സാഗർ കെട്ടിത്തൂങ്ങി മരിക്കുന്നത്. പിന്നെ അത് കണ്ടുകൊണ്ട് നിന്ന ഭവാനി എന്നെ കുറ്റപ്പെടുത്തുക ചെയ്തത്. അയ്യോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇന്നും ഞാൻ അവളുടെ മുന്നിൽ ശത്രുവും കുറ്റക്കാരനും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പോക്കുണ്ടല്ലോ, മകളെ വിളിച്ചും കൊണ്ട്, അതും നാളൊരു സമയം ഞാൻ അടിച്ചിറക്കി എന്നേ വരുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് അജയ്, നീ എത്രയും വേഗം ഈ അന്വേഷണം കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കണം, അവരെവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് അജയ് അപ്പം തന്നെ സ്റ്റേഷനിൽ എല്ലാവരെയും വിളിച്ച് അറിയിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഇവരെ രണ്ടുപേരെയും കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകൾ നടത്തിക്കൊള്ളണമെന്ന്. അങ്ങനെ അനുപമ പുറത്തേക്ക് വരുന്ന നമ്മുടെ അജയനോട് സംസാരിക്കാം കേട്ടോ, അഞ്ജനയുടെ കാര്യം പറഞ്ഞ്. അപ്പോൾ അനുപമയുടെ സഹോദരനാണല്ലോ അജയ്, അതുകൊണ്ട് തന്നെ മുത്തശ്ശി അജയനെ കുറ്റപ്പെടുത്തിയപ്പോൾ അവൾക്ക് നല്ല വിഷമമുണ്ട്. എന്നിട്ട് വന്ന് പറഞ്ഞിട്ട്, അജയേ, മുത്തശ്ശി നിന്നെയാണല്ലോ കുറ്റപ്പെടുത്തുന്നത്, എന്തിനാണ് നിന്നെ കുറ്റപ്പെടുത്തുന്നത്? അവൾക്കൊരു തല്ല് കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇത്രയ്ക്ക് പറയാനുണ്ടോ? അതൊക്കെ ശരി, ഞാൻ നിന്നെ തല്ലാറുണ്ടല്ലോ, എന്നാലും അത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് ശരിയല്ലെന്ന്? അല്ലടി, എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ട്. ചില സമയത്ത് എനിക്ക് ഞാൻ പോലും അറിയാണ്ട് പൊട്ടിത്തെറിച്ച് പോവുകയാണ്. അഞ്ജനയെ അടിച്ചത് ശരിയായില്ല. അതുപോലെ ഇന്നലെയാണെങ്കിൽ ഭൂമി സ്റ്റേഷനിൽ വന്നിരുന്നു, ഞാൻ അവളെ പിടിച്ച് വലിച്ച് പുറത്തെറിഞ്ഞു. എന്തൊക്കെയാണ് ഞാൻ കാട്ടിക്കൂട്ടുന്നത് എനിക്കറിയില്ല. ഭൂമി എന്തിനാ ഇപ്പം അങ്ങനെ ചെയ്തത്? അതിപ്പോൾ അവിടെ വന്നതിൻ്റെ പേരില്ല, എന്തൊക്കെയോ എനിക്കപ്പോൾ ദേഷ്യം വന്നു പോയി. ഭൂമിയോട് അച്ഛനെ നല്ല ഇഷ്ടമുണ്ടല്ലേ, അവളെ ഇഷ്ടപ്പെടാതിരിക്കുന്ന എന്താ കാര്യം? നല്ല കുട്ടിയാണോ? പിന്നെ നല്ല കുട്ടിയാണ്, നല്ല ഭംഗിയുണ്ടോ? നല്ല ഭംഗിയാണ് മനസ്സിന്. അപ്പോൾ എന്നെ പോലെയാണല്ലേ? പിന്നെ ഒരെണ്ണം ഓന്തും ഒരെണ്ണം മുയലും. ഓന്തോ? അതാരാ? പറയാതെ തന്നെ നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. അങ്ങനെ അനുഭവമായിരിക്കണം കേട്ടും കൊണ്ട് പോവുക ചെയ്തിരിക്കണം കേട്ടോ. അപ്പം
അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആൽഫ്രഡ് ആണെങ്കിലേ ഭൂമിയെ വിളിച്ചും കൊണ്ട് ആ ഒരു വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് പോകണുണ്ട് കേട്ടോ. സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ആ ഒരു പ്രധാനപ്പെട്ട വക്കീലിനെ കാണാൻ അകത്ത് കയറിയൊക്കെ ചെല്ലുകയാണ്. അവർ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ കേസ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഭൂമിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആൽഫ്രഡിനെയും കാണുകയാണ്. അന്നേരം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണിത്. ഞാനാണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ എല്ലാം ഒന്നും കൂടെ ചെയ്യേണ്ടി വരുമെന്ന് പറയാം. ഭൂമി പറഞ്ഞിട്ട്, സാർ ഈ കേസിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ അച്ഛൻ മദ്യപിക്കത്തില്ല, പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മദ്യപിച്ചു എന്നാണ് വന്നിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയില്ല. പോരാഞ്ഞിട്ട് അപ്പോൾ അയാൾ പറഞ്ഞിട്ട്, ശരിയാണ്, ഇപ്പോൾ അകത്ത് കിടക്കുന്ന തൻ്റെ അമ്മയായ അവരുടെ അവരാണ് കുത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ മൂന്നാമതൊരാളുണ്ടെന്നുള്ള തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ വേറെ വഴികളൊന്നും ഇല്ലേം താനും. പോരാഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേണമെങ്കിൽ കാശ് കൊടുത്ത് ആർക്ക് വേണമെങ്കിൽ തിരിമറി നടത്താം. അങ്ങനെ എന്തെങ്കിലും ആവാൻ വഴിയുണ്ട്. പിന്നെ വേറൊരു കാര്യം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അപേക്ഷ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വീണ്ടും അത് ചെയ്ത് കിട്ടും. പിന്നെ കേസും അന്വേഷണവും എല്ലാം ഒന്നേന്ന് നടക്കണം. അങ്ങനെയാവും എൻ്റെ ഒരു രീതി, ഞാനാണ് അന്വേഷിക്കുന്നതെങ്കിൽ. അങ്ങനെ അപ്പോൾ ഭൂമിയും ആൽഫ്രഡും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നേന്ന് ഇത് തുടങ്ങിയാലോ, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, എത്രയും വേഗം കൊലയാളിയെ കണ്ടുപിടിച്ച് എൻ്റെ അമ്മയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഭൂമി പറയാൻ കേട്ടോ. അപ്പോഴത്തേനും ചോദിക്കുന്നുണ്ട്, എത്രയാവും ഫീസ് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ. അന്നേരം അങ്ങേര് പറഞ്ഞിട്ട് 35 ലക്ഷം രൂപയാവുമെന്ന്. അത് കേൾക്കുമ്പോൾ ഭൂമി ആകെ തളർന്നു പോയിട്ടോ. പോരാഞ്ഞിട്ട് വരികയും പോവുകയും ചെയ്യുന്നത്, പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്കുള്ള എക്സ്ട്രാ ചിലവുകൾ അതെല്ലാം നിങ്ങൾ തന്നെ വഹിച്ചേക്കണം. എനിക്ക് കയ്യിൽ 35 ലക്ഷം രൂപ തരാൻ വേണം. സമ്മതമാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരാഴ്ചയ്ക്കകം തീരുമാനം അറിയിക്കണം. ഞാൻ അടുത്ത ചൊവ്വാഴ്ച വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. അന്നേരം നമുക്ക് തമ്മിൽ സംസാരിക്കാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇവരവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്, അദ്ദേഹവും പോവുകയാണ്. പക്ഷേ ഭൂമി ആകെ വിഷമത്തിലാട്ടോ. 35 ലക്ഷം രൂപ എവിടെ നിന്ന് ഉണ്ടാക്കാനാണ്? അപ്പോൾ ആൽഫ്രഡ് പറഞ്ഞുകൊണ്ട്, സമാധാനമായിരിക്കും, നമുക്കതെല്ലാം നടത്തിയെടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.